الحمد لله حمدا يوافي نعمه يكافئ مزيدا. يا ربنا لك الحمد كما ينبغي لجلالك وعظيم سلطانك. سبحانك لا نحصي ثناء عليك أنت كما أثنيت على نفسك. الصلاة والسلام على رسولك وحبيبك محمد وآله وصحبه الذين يبتغون الوسيلة إليك. أما بعد، فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل بدعة ضلالة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. أمن يجيب المضطر إذا دعاه ويكشف السوء ويجعلكم خلفاء الأرض أإله مع الله. വളരെ സ്നേഹധന്യരായ സഹോദരന്മാരെ, സഹോദരികളെ, പുത്തനത്താണി മണ്ഡലം നമ്മുടെ സംഘടന സംഘടിപ്പിക്കുന്ന ഈ സംരംഭത്തിൽ ഈ വിധം നിങ്ങളോട് സഹകരിക്കാൻ കഴിയുന്നതിൽ എന്നെ അനുഗ്രഹിച്ച അള്ളാഹുവിനെ ഞാൻ സ്തുതിക്കുകയാണ്. അതിലുള്ള സന്തോഷം ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുകയുമാണ്. നമ്മുടെ പരിപാടി ഒരു പള്ളിയുടെ പരിസരത്തായതുകൊണ്ട്, തൊട്ടടുത്തായതുകൊണ്ട് ജമാഅത്ത് നമസ്കാരത്തിന് വേണ്ടി നിർത്തിവെക്കേണ്ടതുണ്ട്. എന്നെപ്പറ്റി എന്തോ ഒരു പേടി കാരണം ആ കാര്യം ആദ്യമേ ഇവിടെ സൂചിപ്പിച്ചിട്ടിട്ട് സദസ്സിൽ നിന്ന്, അതായത് ഈ പരിപാടി ആ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആൾക്ക് ഇശാ ബാങ്കിന് ശേഷം ഒരു 10 മിനിറ്റ് കൂടി കൊടുത്തിരുന്നെങ്കിൽ ആ വിഷയം സമ്പൂർണ്ണമാകുമായിരുന്നു. ഇശാ നമസ്കാരം കഴിഞ്ഞ് സമാധാനത്തോടു കൂടി നമുക്കത് നിർവഹിക്കുകയും ചെയ്യാൻ. ഇപ്പം സമാധാനമല്ല, എൻ്റെ ഹൃദയത്തിൻ്റെ മിടിപ്പ് 72-ൽ നിന്ന് 116 വർദ്ധിച്ചിരിക്കുകയാണ്. ഇപ്പം ശരിക്കും നോക്കുകയാണെങ്കിൽ, കാരണം ഇത് വളരെ അല്പശാന്തമായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കൽ നിർബന്ധമായ ചില കാര്യങ്ങളാണ്. നമ്മൾ അറിവ് നേടണം, പക്ഷേ ആ അറിവിന് ഒരു തർത്തീബുണ്ട്. അതിലേറ്റവും പ്രാധാന്യമർഹിക്കുന്ന അറിവ് എന്താണ്, പിന്നീടെന്താണ്. ഇസ്ലാം മൊത്തത്തിൽ തർത്തീബാണ്. നമ്മൾ ചെറുപ്പത്തിൽ നമസ്കാരത്തിൻ്റെ 14 ഫർള് പഠിച്ചു. 14ാമത്തെ ഫർള് എന്താ? തർത്തീബ്. ഇത് ഈ പറഞ്ഞ ക്രമത്തിൽ ചെയ്യുക. ആദ്യം തക്ബീറത്തുൽ ഇഹ്റാം, അതിനുവേണ്ടിയുള്ള ഖിയാം, പിന്നെ ഫാത്തിഹ, പിന്നെ റുക്കൂ, പിന്നെ ഇഅ്തിദാൽ, പിന്നെ സുജൂദ്, പിന്നെ ഇടയിലിരുത്തം. വുളുവിൻ്റെ 6 ഫർള് നമ്മൾ പഠിച്ചിട്ടുണ്ട്. 6ാമത്തേത് തർത്തീബാണ്. മുഖം കഴുകുക, നിയ്യത്ത്, മുഖം കഴുകുക, അങ്ങനെ തുടങ്ങി. അതേപോലെ നമ്മുടെ ഇസ്ലാമിൻ്റെ കാര്യം അറിയുന്നതിലും ഒരു തർത്തീബുണ്ട്. ആ തർത്തീബിൽ പ്രഥമ സ്ഥാനം അവ്വലുമാ യജിബു അൻ യഅരിഫഹുൽ അബ്ദു അൻ റബ്ബിഹി. ഒരു അടിമ അറിഞ്ഞിരിക്കൽ നിർബന്ധമായ കാര്യങ്ങളിൽ ഒന്നാമത്തേത് അൻ റബ്ബിഹി, അവൻ്റെ രക്ഷിതാവിനെ പറ്റി അറിയലാണ്. ഈ ലോകത്തുള്ള വിജ്ഞാനത്തിൻ്റെ മഹാസ്ഫോടനാത്മകമായ കാലഘട്ടമാണിത്. ഒരുപക്ഷെ പ്രപഞ്ചം തന്നെ അറിവിനാൽ നിറഞ്ഞു നിൽക്കുകയാണ്. ഈ അറിവിൻ്റെ ശേഖരങ്ങൾ എടുക്കുമ്പോൾ അതിൽ ഒന്നാമത്തെ സ്ഥാനം നൽകേണ്ടത്
നമ്മെ സൃഷ്ടിച്ച് സംരക്ഷിച്ച് പരിപാലിച്ച് അനുഗ്രഹിച്ച് വളർത്തിക്കൊണ്ടിരിക്കുന്ന, ഇനിയും നമ്മെ വളർത്തി നമ്മുടെ ആത്മാവിൻ്റെ സായുജ്യത്തിലേക്ക് നമ്മെ എത്തിക്കുന്ന, അഥവാ സമ്പൂർണതയിലേക്ക് എത്തിക്കുന്ന ആ പരാശക്തിയെപ്പറ്റിയുള്ള അറിവാണ് ഏറ്റവും ശ്രേഷ്ഠമായ അറിവ്. ആ അറിവ് നിരാകരിച്ചുകൊണ്ടോ അതിനെ തള്ളിക്കളഞ്ഞുകൊണ്ടുള്ളോ യാതൊരു അറിവും ഫലവത്തായില്ല. എത്ര അറിവുണ്ടായിട്ടും കാര്യമില്ല. എത്രായിരം ഗ്രന്ഥങ്ങൾ പാരായണം ചെയ്തിട്ടും എത്രായിരം ഉദ്ധരണികൾ ഉദ്ധരിച്ചിട്ടും എത്ര ഏടുകൾ മറിച്ചിട്ടും ഈ അടിസ്ഥാന കാര്യം മനസ്സിലാക്കാതെ പോയാൽ അത് ഫലവത്തല്ല, അത് നിഷ്ഫലമാണ്, ഒരു കാര്യമില്ല. അപ്പോൾ രക്ഷിതാവിനെ പറ്റിയാണ് അറിയേണ്ടത്. അവൻ നമ്മളെ ഇല്ലായ്മയിൽ നിന്ന് ഉണ്ടാക്കിയവനാണ്. അതവൻ്റെ ഒരു പ്രത്യേകതയാണ്. ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് നമ്മളെന്ന ഈ വസ്തുത തന്നെ ഇവിടെയില്ല, ഈ യാഥാർത്ഥ്യം തന്നെ ഇല്ല. ഈ രൂപമോ ഘടനയോ മാത്രമല്ല, ഈ സംവിധാനം തന്നെ ഇവിടെയില്ല. അവിടെ നിന്നാണ് നമ്മൾ ഉണ്ടായിത്തീരുന്നത്. ആ ഉണ്ടാവാൻ കാരണക്കാരായ പിതാവ് ഒരു സ്ഥലത്തും മാതാവ് മറ്റൊരു സ്ഥലത്തുമാണ്. അവരെ ഒന്നിപ്പിച്ചത്, സങ്കല്പിച്ചത് ശ്രദ്ധാപൂർവം അള്ളാഹുവാണ്. നമ്മൾ തേടി അന്വേഷിച്ചു, പലതും നടന്നില്ല. നടന്നത് അവൻ്റെ തീരുമാനമാണ്. അവരിലൂടെയാണ് നമ്മൾ ഉണ്ടാവുന്നത്. നമ്മുടെ മാതാവിൻ്റെ ഗർഭപാത്രത്തിൽ ആദ്യം നാം ഉരുത്തിരിയുന്ന സമയത്ത് നമ്മുടെ നാട്ടിൽ നമ്മൾ ഉപയോഗിക്കുന്ന സൂചി മുനയുടെ അതിൻ്റെ അഗ്രഭാഗമുണ്ടല്ലോ, അതിൻ്റെ മുന, അത് പൊട്ടിച്ച് 125 കഷ്ണമാക്കിയാൽ എത്ര വലുപ്പമുണ്ടാകും? അത്രയാണ് നമ്മുടെ ആദ്യത്തെ തുടക്കം. മാതാവിൻ്റെ ഗർഭപാത്രത്തിൽ ഒരു കടുകുമണിയോളമല്ല, ഒരു സൂചിമുനയുടെ അഗ്രഭാഗത്തെ 125 കഷ്ണമാക്കിയാൽ നഗ്നനേത്രങ്ങൾ കൊണ്ടോ ഏറ്റവും അത്യാധുനികമായ ഉപകരണങ്ങൾ കൊണ്ടുപോലുമോ കണ്ടെത്താൻ കഴിയാത്ത അത്ര നിസ്സാരമായ അവസ്ഥയിൽ നിന്ന് ഈ വിധത്തിൽ നമ്മളെ വളർത്തിക്കൊണ്ടുവന്ന പരമകാരുണികനും കരുണാവാരിധിയും അജയ്യനും അതേപോലെ തന്നെ സൃഷ്ടി മാഹാത്മ്യവും വൈഭവമുള്ളവനും ആയിട്ടുള്ള നമ്മുടെ റബ്ബിനെ അറിയുക എന്നതാണ് ഏറ്റവും അടിസ്ഥാനപരമായ അറിവ് എന്ന് ഞാൻ ആദ്യമേ സൂചിപ്പിക്കാം. ഒന്നുകൂടി ഞാൻ പറയാണ്, ആ അറിവ് നിരാകരിച്ചുകൊണ്ട്, അതിനെ മാറ്റിവെച്ചുകൊണ്ട്, അതിനെ അസ്ഥാനത്താക്കിക്കൊണ്ട്, അതിനു പ്രാധാന്യം നൽകാതെ എത്രയേറെ അറിവുകൾ നമ്മൾ നേടിയിട്ടും സിദ്ധിച്ചിട്ടും യാതൊരു ഫലവും ഉണ്ടാവില്ല. ആ അറിവാകട്ടെ അനിവാര്യമായ അറിവാണ്. എങ്ങനെ അനിവാര്യം? സ്വാഭാവികമായിട്ടത് അറിയും. ആരറിയും? വക്രതയില്ലാത്തവരൊക്കെ അറിയും. വക്രബുദ്ധിയില്ലാത്ത മുഴുവൻ മനുഷ്യരും ആ ശക്തിയെ അംഗീകരിച്ചേ മതിയാവൂ. ശാസ്ത്രമങ്ങനെ പുരോഗമിക്കും തോറും 18-ാം നൂറ്റാണ്ടിൻ്റെ പകുതി മുതൽ 19-ാം നൂറ്റാണ്ടിലും 20-ാം നൂറ്റാണ്ടിലും ഇവിടെ നിലനിന്നിരുന്ന ഒരു വലിയ ചിന്ത 21-ാം നൂറ്റാണ്ടും 22-ാം നൂറ്റാണ്ടുമാകുമ്പോഴേക്ക് ദൈവമെന്ന സങ്കല്പം പ്രപഞ്ചത്തിൽ നിന്ന്, ലോകത്തു നിന്ന് എടുത്തു മാറ്റപ്പെടും എന്നതായിരുന്നു. ദൈവനിരാസമെന്ന ആ മഹത്തായ ആശയം, അതിനാൽ സൃഷ്ടിക്കപ്പെടുന്ന ജനങ്ങളായിരിക്കും ഇവിടെ ഉണ്ടാവുക എന്നതാണ്. പക്ഷേ ശാസ്ത്രം അതിനെ തിരുത്തി. ഇന്ന് ദൈവത്തെ സ്ഥാപിക്കുന്നത്, ഈ പ്രപഞ്ചത്തിനൊരു സൃഷ്ടികർത്താവുണ്ട് എന്ന് സ്ഥാപിക്കുന്നത് ശാസ്ത്രമാണ്. ശാസ്ത്രീയമായിട്ട് തന്നെയാണ് അള്ളാഹുവിൻ്റെ അസ്തിത്വത്തെ സ്ഥാപിക്കുന്നത്. ഏറ്റവും സങ്കീർണമായ, മനുഷ്യൻ്റെ ശ്രദ്ധയിലും അറിവിലും പെട്ടിട്ടുള്ളതിൽ ഏറ്റവും അത്ഭുതകരമായ ഈ ദൃശ്യപ്രപഞ്ചം,
ഈ ദൃശ്യപ്രപഞ്ചം എന്ന് പറയുമ്പോൾ ഇതിനപ്പുറത്തൊരു പ്രപഞ്ചമുണ്ട്, അദൃശ്യപ്രപഞ്ചം. ആ അദൃശ്യപ്രപഞ്ചത്തിലേക്ക് ചേർത്ത് നോക്കുമ്പോൾ ഈ ദൃശ്യപ്രപഞ്ചം, ഈ ക്ഷീരപദം, ഈ 10,000 കോടിക്കണക്കിന് 10,000 കോടി നക്ഷത്രവ്യൂഹങ്ങളുള്ള ഈ മഹൽ പ്രപഞ്ചം മൊത്തം ഈ പ്രപഞ്ചത്തിൻ്റെ 4.6% മാത്രമാണ് വരിക. അതിനെപ്പറ്റിയപ്പോൾ പഠിക്കണം, അതിനെപ്പറ്റി പഠിക്കാൻ കഴിയും. അതിനപ്പുറത്തുള്ള ലോകത്തെപ്പറ്റി പഠിക്കാനേ കഴിയില്ല മനുഷ്യന്. ബാക്കി 95%, 95.4% ഇനി പ്രപഞ്ചം അപ്പുറത്ത് കിടക്കുകയാണ്. ഒന്നും അറിയില്ല അവിടെ എന്താണ്. അതുകൊണ്ട് ശാസ്ത്രം പറയുന്നു ഇതിൻ്റെ പിന്നിൽ ഒരു മഹൽ ശക്തിയുണ്ട്. അവനെ നിഷേധിക്കുക സാധ്യമല്ല, തള്ളിക്കളയുക സാധ്യമല്ല. ഒറ്റ വാക്കിൽ ദൈവനിഷേധം എന്നത് അപരിഷ്കൃതമാണ്, അശാസ്ത്രീയമാണ്, ബുദ്ധിഭോഷമാണ്, അംഗീകരിക്കാൻ പറ്റാത്തതാണ്. പ്രകൃതിയും ശാസ്ത്രവും തേടുന്നത് ഈ പ്രപഞ്ചത്തിൻ്റെയും നമ്മുടെയും സൃഷ്ടികർത്താവായ അള്ളാഹുവിൻ്റെ അസ്തിത്വത്തെയാണ്. അവിടെ നിന്നുകൊണ്ടാണ് നമ്മൾ പഠനം ആരംഭിക്കുക. ആ അള്ളാഹുവിനെ നമ്മൾ അറിയണം. അതറിയിക്കാനാണ് അവൻ പ്രവാചകന്മാരെ അയച്ചത്. അവൻ അത്യുന്നതനായതുകൊണ്ട്, ഒരു കണ്ണും അവനെ കണ്ടിട്ടില്ലാത്തതുകൊണ്ട്, കണ്ണുകൊണ്ട് കണ്ടതൊന്നും അവനാകാൻ പറ്റാത്തതുകൊണ്ട്, ഇവിടെ ജനിച്ചവനല്ലാത്തതുകൊണ്ട്, ജനിച്ചവരൊന്നും അവനാകാൻ പറ്റാത്തവരായതുകൊണ്ട്, ഇവിടെ ജനിപ്പിച്ചവനല്ലാത്തതുകൊണ്ട്, ജനിപ്പിച്ചവനാരും അവനാകാൻ പറ്റാത്തതുകൊണ്ട് അവൻ അത്യുന്നതിയിലാണ്. ആ അത്യുന്നതിയിൽ വിരാജിക്കുന്ന അവനെപ്പറ്റി എന്തെങ്കിലും ഒന്നറിയണമെങ്കിൽ അവൻ നമ്മെ അറിയിക്കണം. അവൻ്റെ പ്രവാചകന്മാരിലൂടെ, അവൻ്റെ വേദഗ്രന്ഥങ്ങളിലൂടെ. ആ അറിവാണ് ഏറ്റവും അടിസ്ഥാനപരമായ അറിവ്. വിശുദ്ധ ഖുർആൻ അതിൻ്റെ 1/3 ഭാഗം അക്കാര്യമാണ് നമ്മെ പഠിപ്പിക്കുന്നത്. 6000-ൽ പരം വരുന്ന ആയത്തുകളിൽ 2000-ലധികം വരുന്ന ആയത്തുകൾ അള്ളാഹുവിനെ പറ്റിയാണ്, ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടികർത്താവിനെ പറ്റിയാണ്, സംരക്ഷകനും പരിപാലകനുമായവനെ പറ്റിയാണ് നമ്മെ പഠിപ്പിക്കുന്നത്. അവൻ്റെ ശക്തി വൈഭവം, അവൻ്റെ വിജ്ഞാനത്തിൻ്റെ അറിവിൻ്റെ ആഴം, അവൻ്റെ ശക്തിയുടെ ആഴം, അവൻ്റെ സൃഷ്ടി വൈഭവത്തിൻ്റെ പ്രത്യേകതകൾ, അതൊക്കെയാണ് നമ്മെ പഠിപ്പിക്കുന്നത്. അവനും നമ്മളുമായിട്ടുള്ള ബന്ധം അതെത്രമാത്രം സുദൃഢമാണ്, അതെത്രമാത്രം മനോഹരമാണ്, അതെത്രമാത്രം ശക്തമാണ്, അതാണ് നമ്മെ പഠിപ്പിക്കുന്നത്. അവൻ്റെ ശ്രദ്ധയും അവൻ്റെ തിരുനോട്ടവും, നമ്മുടെ ഭാഷയിൽ അവൻ നമ്മെ ചേർത്ത് പിടിക്കലും ഇല്ലായിരുന്നുവെങ്കിൽ നമ്മുടെ ജീവിതം അത്യധികം ദുസ്സഹമാകുമായിരുന്നു. അതുകൊണ്ടാണ് അവനെപ്പറ്റി പഠിക്കണമെന്ന് പറഞ്ഞത്. അവൻ അടുത്തുണ്ട്, പക്ഷെ അവൻ അകലെയുള്ളവനുമാണ്. ആ അകലെയുള്ള അവനെ നമ്മെ കൊണ്ടിലേക്ക് അടുപ്പിക്കുന്നത്, അതിനൊരു പ്രസംഗ ഭാഷയിൽ ഞാൻ പറയുകയാണ്, നമ്മളിലേക്ക് അടുപ്പിക്കുന്നത് അവൻ തന്നെ അതിനു വേണ്ടി ചെയ്തിട്ടുള്ള സംവിധാനങ്ങളിലൂടെ, പ്രവാചകന്മാരിലൂടെയാണ് അള്ളാഹുവിനെ പറ്റി പഠിക്കേണ്ടത്. വേദഗ്രന്ഥങ്ങളിലൂടെയാണ്. അവസാനത്തെ പ്രവാചകനും അവസാനത്തെ വേദഗ്രന്ഥവുമായ മുഹമ്മദ് നബിയും വിശുദ്ധ ഖുർആനും അള്ളാഹുവിനെ പറ്റി നമുക്ക് ശരിക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. നബ്ബി ഇബാദി അന്നി അനൽ ഗഫൂറുർ റഹീം വ അന്ന അദാബി ഹുവൽ അദാബുൽ അലീം. ദൈവവിശ്വാസം ഒരു അന്ധവിശ്വാസമാണ് എന്ന ഒരു കാഴ്ചപ്പാട് കുറച്ച് കാലങ്ങൾക്ക് മുമ്പുണ്ടായിരുന്നു. ഇന്ന് അനിവാര്യമായും അത് തിരുത്തേണ്ടി വരികയാണ്. കാരണം അത് പ്രകൃതിയുടെ തേട്ടമാണ്. ദൈവവിശ്വാസമില്ലാത്ത മനുഷ്യ മനസ്സ് ശൂന്യമാണ്. അവിടെ പലതും കടന്നു വരാൻ സാധ്യതയുണ്ട്. ആ ശൂന്യത കടന്നു വരുന്നതിലധികവും അപകടകരമായ കാര്യങ്ങളായിരിക്കും. മനുഷ്യനെന്ന നിലക്ക് നമ്മുടെ സ്വസ്ഥതയും സമാധാനവും നഷ്ടപ്പെടുത്തുന്ന
അത്തരം സ്ഥിതിവിശേഷമെന്ന് പറയാൻ പറ്റില്ല, അത്തരം ചിന്താഗതികളാണ് ആ ശൂന്യതയെ തേടി വരിക. മറിച്ച് അവിടെ ദൈവവിശ്വാസമുണ്ടെങ്കിൽ ആശ്വാസമാണ്, എന്തിനും ഒരാശ്വാസമാണ്. ഞാൻ മുമ്പ് സൂചിപ്പിച്ചിട്ടുണ്ടൊരു സ്ഥലത്ത്, അവിടെ പരപ്പനങ്ങാടി ഒരു സ്കൂളിൽ ഒരധ്യാപകൻ്റെ ഒരു കുട്ടി ദാരുണമായി മരണപ്പെട്ടു. അപ്പോൾ ആ സ്കൂളിൽ ഒരു ദൈവനിഷേധിയായ ഒരാളുണ്ട്, ഒരു മാഷ്. അയാൾ പിന്നീട് ആ സംഭവം എടുത്ത് ഉദ്ധരിക്കുന്നുണ്ട്. അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്: എൻ്റെ സഹപ്രവർത്തകൻ്റെ കുട്ടി അകാല ചരമമടഞ്ഞിരിക്കുകയാണ്. തീർച്ചയായും എൻ്റെ സഹപ്രവർത്തകന് അതീവമായ ദുഃഖമുണ്ടാവും. ദാരുണവും ആകസ്മികവുമായ ആ മരണത്തിൽ അദ്ദേഹം വളരെയേറെ നൊമ്പരപ്പെടുന്നുണ്ടാവും. ഞാൻ അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക്, ഈ മരണ വീട്ടിലേക്ക് പോവുകയാണ്. പക്ഷേ എൻ്റെ മനസ്സിനെ മഥിച്ചുകൊണ്ടിരുന്ന പ്രശ്നം, എന്നെ അസ്വസ്ഥനാക്കിക്കൊണ്ടിരുന്ന പ്രശ്നം, ഞാൻ എന്തു പറഞ്ഞ് ആ മനുഷ്യനെ, എൻ്റെ സഹപ്രവർത്തകനെ സമാധാനിപ്പിക്കും, ആശ്വസിപ്പിക്കും? എൻ്റെ കയ്യിൽ ഒന്നും പറയാനില്ല. വെറുതെ പോയി ആ ദുഃഖത്തിൽ പങ്കെടുക്കുന്നതിൽ അർത്ഥവുമില്ല. എന്തെങ്കിലും ഒരു ആശ്വാസത്തിൻ്റെ തുരുത്തിനെപ്പറ്റി സൂചിപ്പിക്കാൻ എൻ്റെ മനസ്സിലൊന്നുമില്ല. എൻ്റെ മനസ്സ് ശൂന്യമാണ്. അദ്ദേഹം പറയാന്ന്, ഒരു മഹാഭാഗ്യം ആ സന്ദർഭത്തിൽ അവിടെ വന്നിറങ്ങി. ഞാൻ എൻ്റെ സഹപ്രവർത്തകനെ കണ്ട് അദ്ദേഹത്തിൻ്റെ കൈ പിടിക്കുന്ന സമയത്ത് ഒരു പ്രായമുള്ള ഒരാൾ കടന്നു വന്നു. അയാൾ പറഞ്ഞു, സാരമില്ല മാഷേ, അള്ളാഹുവിൻ്റെ വിധിയാണ്. ഈ ദൈവനിഷേധിയായ മാഷ് പറയാണ്, ആ ഒരു വാക്ക് എനിക്ക് നൽകിയ ഒരു ആശ്വാസം പറഞ്ഞറിയിക്കാൻ കഴിയില്ല. കാരണം എൻ്റെ സഹപ്രവർത്തകനോട് എന്തു പറയണമെന്നറിയില്ല. കാരണം ദൈവവിശ്വാസമില്ലല്ലോ, അള്ളാഹുവിൻ്റെ വിധിയാണെന്ന് പറയാൻ സാധ്യമല്ലല്ലോ. അപ്പോൾ ഈ ദുഃഖം അനുഭവിക്കുന്ന എൻ്റെ സുഹൃത്തിൻ്റെ മുഖത്തു നോക്കി ഒന്നും പറയാതെ അദ്ദേഹത്തെക്കാൾ മ്ലാനമുഖനായി ഞാൻ തിരിച്ചു പോരേണ്ടതിനു പകരം, നിരാശപ്പെട്ടു പോരേണ്ടതിനു പകരം ഇടയ്ക്കൊരാൾ ഇടപെട്ട് ആ പ്രശ്നം ഏറ്റവും മനോഹരമായി, രമ്യമായി പരിഹരിച്ചത് എനിക്കൊരാശ്വാസമായി എന്ന് അദ്ദേഹം പിന്നീട് അതിനെ സംബന്ധിച്ച് വിശദീകരിക്കാം. അതൊരാശ്വാസമാണ്, ദൈവവിശ്വാസം. എന്ത് പ്രശ്നങ്ങളും അവിടെ കൊണ്ടുപോയിട്ട് സമർപ്പിക്കാൻ പറ്റും. എന്ത് കാര്യങ്ങളും അവിടെ അവതരിപ്പിക്കാൻ പറ്റും. അവതരിപ്പിക്കല്ല, അവിടെ കൊണ്ടുപോയി സമർപ്പിക്കാൻ പറ്റും. ഈ പരിപാടി കുറുകത്താണിയിലാണ്. ഈ പരിപാടി പുത്തനത്താണിയുടെ പരിപാടിയാണ്. രണ്ടും അത്താണികളാണ്. അത്താണി എന്ന പദം നമുക്ക് സുപരിചിതമാണ്. ഒരു വലിയ തലച്ചുമടുമായിട്ട് നടക്കുന്ന നമുക്ക്, ദുർബലമായ നമ്മുടെ കഴുത്ത് ഞെരിഞ്ഞമരുന്ന സമയത്ത്, നമ്മുടെ കരങ്ങൾ ദുർബലമാകുന്ന സമയത്ത്, നാം സൂക്ഷിച്ചു വെച്ചിട്ടുള്ള ഹൃദയത്തിൻ്റെ ഊക്കും മിടുക്കും അവസാനിച്ച് ഈ തലഭാരത്താൽ പ്രയാസപ്പെടുന്ന നമുക്ക് ആ ഭാരമൊന്ന് ഇറക്കി വെക്കാൻ ഒരു അത്താണി ഉണ്ടാവുക എന്നത് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരാശ്വാസമാണ്. അതിനാണ് ഈ അത്താണികളൊക്കെ പണിതിട്ടുള്ളത്. ഒരു വിശ്വാസിക്ക് ഈ അത്താണി എപ്പോഴുമുണ്ട്. ഏതാണ് അവൻ്റെ അത്താണി? ഏത് കല്ലുകൊണ്ട് പണിതതാണ്? ഏത് സിമൻ്റ് കൊണ്ട് നിർമ്മിച്ചതാണ്? ഏത് മരമാണ്? ഏത് സംരംഭമാണ്? അവൻ്റെ അത്താണി അവൻ്റെ രക്ഷിതാവാണ്, അള്ളാഹുവാണ്. ഖുൽ, പറയുക, സമൂഹത്തോടല്ല ലോകത്തോട് പറയാ, പ്രഖ്യാപിക്കുക. ഹുവ
ഹുവ ലമീറു ഷൈനാണ്, കാര്യം, കാര്യമായ കാര്യം, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, എല്ലാവരും കാതുകൊടുക്കേണ്ട കാര്യം. അല്ലാഹു അഹദുൻ, അല്ലാഹു ഏകനാണ് എന്നതാണ്, ദൈവം ഏകനാണ് എന്നതാണ്. മാത്രമല്ല അല്ലാഹു സ്വമദ്, അല്ലാഹു അത്താണിയാണ്. ഞെരിഞ്ഞമരുന്ന വ്യക്തിക്ക് അവൻ്റെ പ്രയാസങ്ങൾ ഇറക്കി വെക്കാനുള്ള, അവൻ്റെ ദുഃഖം ഇറക്കി വെക്കാനുള്ള, അവനെ പ്രയാസപ്പെടുത്തുന്ന, നൊമ്പരപ്പെടുത്തുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം തേടാനുള്ള അത്താണിയായി അവൻ്റെ റബ്ബ് അവൻ്റെ കൂടെ ഉണ്ടാകുമ്പോൾ ഒരു വിശ്വാസിക്കത് എന്തൊന്നില്ലാത്ത ആശ്വാസമാണ്. എല്ലാ പ്രശ്നങ്ങളും അവിടെ അവതരിപ്പിക്കുക. കാര്യമിലാഹിൽ കൈയഴച്ചോനന്ന് ബദറിൽ അതല്ലേ കണ്ട വിജയം അന്ന്. തഴവ മുഹമ്മദ് മുസ്ലിയാർ പറഞ്ഞു. ബദറിൽ എങ്ങനെ വിജയം ഉണ്ടായത്? ബദറിൻ്റെ നിസ്സഹായാവസ്ഥയിൽ ഞങ്ങളുടെ കാര്യം നീ ഏറ്റെടുക്കണമേ എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹുവിൻ്റെ പ്രവാചകനും പ്രവാചകൻ്റെ സ്വഹാബിമാരും അള്ളാഹുവിൽ അവലംബിച്ചു, അവനിൽ അർപ്പിച്ചു, അവനെ അത്താണിയായി സ്വീകരിച്ചു, അവനിൽ ഭാരങ്ങൾ ഇറക്കി വെച്ചു, ദൗർബല്യങ്ങൾ അവനോട് ഏറ്റുപറഞ്ഞു. അതുകൊണ്ട് ഐതിഹാസികമായ വിജയമുണ്ടായി. കൈയൊഴിച്ചില്ല. ഇദ് തസ്തഗീസുന റബ്ബക്കും വസ്തജാബ ലക്കും അന്നീ മുമിദ്ദുക്കും ബിഅൽഫിൻ മിനൽ മലായികത്തി മുർദിഫീൻ. സന്ദർഭത്തിനനുസൃതമായി, ആവശ്യാനുസൃതമായി 1000 മലക്കുകളെ ഇറക്കി നിങ്ങളെ ഞാൻ സഹായിച്ചു കൊള്ളാം എന്ന് അല്ലാഹു തആല പറഞ്ഞു. എപ്പോഴാണ് പറഞ്ഞത്? നമ്മളവിടെ ഇറക്കി വെച്ചപ്പോഴാണ്, അള്ളാഹുവിനെ അത്താണിയായി സ്വീകരിച്ചപ്പോഴാണ്. നീ സഹായിച്ചില്ലെങ്കിൽ ഞങ്ങൾ രക്ഷപ്പെടില്ല റബ്ബേ എന്ന് പറഞ്ഞപ്പോഴാണ്. അപ്പോൾ ഒരു വിശ്വാസിയുടെ ഏറ്റവും വലിയ പ്രത്യേകത, അവന് ഞെരുക്കിക്കളയുന്ന എന്തു പ്രയാസങ്ങളാണ്, അത് ഭൗതികമാകട്ടെ, ആത്മീയമാകട്ടെ, ശാരീരികമാകട്ടെ, മാനസികമാകട്ടെ, സാമ്പത്തികമാകട്ടെ, സാമൂഹ്യമാകട്ടെ, വൈയക്തികമാകട്ടെ, മറ്റേത് നിലക്കുള്ളതാകട്ടെ, വിശദാംശങ്ങളിലേക്ക് പദക്കസ്രത്തിലേക്ക് പോകുന്നില്ല. നമ്മെ അലട്ടുന്ന ഏതു പ്രശ്നത്തിനും പരിഹാരം നമ്മുടെ റബ്ബ് നമുക്ക് ചെയ്തു തരും. അലം നശ്റഹ് ലക സ്വദ്റക് വവളഅനാ അൻക വിസ്റക അല്ലദീ അൻഖള ലഹ്റക്. അല്ലാഹു മുഹമ്മദ് നബിയോട് പറയാണ്. അതിൻ്റെ പ്രഥമ പ്രബോധിതൻ മുഹമ്മദ് നബി ആണെങ്കിലും നമ്മളും അതിൽ ഓരോ അംഗങ്ങളാണ്. വവളഅനാ അൻക വിസ്റക അല്ലദീ അൻഖള ലഹ്റക. നിന്റെ മുതുകിനെ ഞെരിച്ചു കളഞ്ഞ, നിന്റെ ദുർബലമായ കൈകൾക്കും മനസ്സുകൾക്കും ഏറ്റെടുക്കാൻ സാധ്യമല്ലാതെ വല്ലാത്ത പ്രയാസത്തോടുകൂടി വിയർപ്പൊലിച്ചുകൊണ്ട് തപിക്കുന്ന ഹൃദയത്തോടുകൂടി, വിറക്കുന്ന ഹൃദയത്തോടുകൂടി നിന്നെ അലട്ടിക്കൊണ്ടിരുന്ന സങ്കീർണമായിട്ടുള്ള പ്രശ്നങ്ങൾ നിന്നിൽ നിന്ന് ഞാൻ ഇറക്കി വെച്ച് തന്നില്ലയോ എന്ന് അല്ലാഹു തആല ചോദിക്കുകയാണ്. അത് നമ്മളോട് ഓരോരുത്തരോടാണ്. എത്ര വിസിറുകൾ, എത്ര ഭാരങ്ങൾ, എത്ര പ്രയാസങ്ങൾ, എത്ര സങ്കീർണമായ പ്രശ്നങ്ങൾ നമ്മളറിയാതെ നമ്മുടെ റബ്ബ് നമ്മിൽ നിന്ന് ഇറക്കി തന്നിട്ടുണ്ട്. നമ്മുടെ കണ്ണുനീരനവൻ അറുതി വരുത്തിയിട്ടുണ്ട്. നമ്മുടെ അലയലുകൾക്ക് അവൻ അറുതി വരുത്തിയിട്ടുണ്ട്. നമ്മുടെ അന്വേഷണങ്ങൾക്കും ചോദ്യങ്ങൾക്കും യാചനകൾക്കും അവൻ അറുതി വരുത്തി തന്നിട്ടുണ്ട്. വആതാകും മിൻ കുല്ലി മാ സഅൽതുമൂ. ആത്മാർത്ഥമായി നിങ്ങൾ അവനോട് ആവശ്യപ്പെട്ടതിൽ നിന്നൊക്കെ അവൻ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. അനുഭവസ്ഥരായിരിക്കും നമ്മൾ. അതാലോചിച്ചാൽ നമ്മൾ കണ്ണുനീർ പൊഴിക്കും. ഒന്നിനും കഴിയാത്ത ഞാൻ, എവിടെയും എത്തിപ്പെടാൻ സാധ്യതയില്ലാത്ത ഞാൻ, ഒന്നും നിർവഹിച്ചു തീർക്കാൻ കഴിയാത്ത ഞാൻ, ഒന്നുമില്ലാതിരുന്ന ഞാൻ, എൻ്റെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിച്ച് ഇവിടത്തോളം എത്തിച്ചു. 11 പെൺമക്കളുള്ള ഒരു മുസ്ലിയാരുണ്ടായിരുന്നു ഞങ്ങളുടെ നാട്ടിൽ. കുഞ്ഞാമൊയ്ലിയർ എന്നറിയും, സുന്നി മൊയ്ലിയരാണ്. 11 പെൺകുട്ടികളാണ്. കുറച്ചു കാലങ്ങൾക്ക് മുമ്പാണ്.
11 ഇരുനിറമാണ്. ആ കുട്ടികളുടെ ഉമ്മ വെള്ള നിറമാണ്, നല്ല വെളുത്ത നിറ, സൗന്ദര്യമുള്ളതാണ്. പക്ഷേ ഈ പിതാവ് അല്പം ഇരുനിറമാണ്. അതേ നിറാണ് ഈ കുട്ടികൾക്ക്. ആളുകൾ ചോദിക്കും, എന്താണ് മൗലവി? ഭാര്യ ചോദിക്കും, ഭാര്യ ബുദ്ധിമുട്ടിക്കും, ഭാര്യ വീട്ടുകാർ ബുദ്ധിമുട്ടിക്കും. ഈ പള്ളിയിൽ നിസ്സാരമായ ശമ്പളത്തിന് ജോലി ചെയ്ത് ഈ 10-11 പെൺമക്കളെ എങ്ങനെ കെട്ടിക്കും? എന്താണ് നോക്കി നിൽക്കുന്നത്? അദ്ദേഹത്തിനൊരു മറുപടിയുണ്ട്. എനിക്ക് ആ 11 മക്കളെ തന്ന ഒരാളുണ്ട്. ആ ആൾ അതിനൊരു പരിഹാരം കണ്ടിരിക്കും. അതൊരു വിശ്വാസമാണ്. ആ വിശ്വാസം അയാൾക്ക് നൽകുന്നൊരാശ്വാസമാണത്. അത്ഭുതം എന്നല്ല, അള്ളാഹുവിൻ്റെ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി 11 പെൺമക്കളെയും വരിയായി നിരനിരയായി കല്യാണം കഴിച്ച് അദ്ദേഹം ഇന്നൊരു മകളുടെ കൂടെ ജീവിക്കാം. ഇപ്പോഴും മരിച്ചിട്ടില്ല. ആക്ഷേപിച്ചവരുടെ, കുറ്റപ്പെടുത്തിയവർ, തള്ളിപ്പറഞ്ഞവർ, നിസ്സാരമാക്കിയവർ എല്ലാം പരാജയപ്പെടുത്തിക്കൊണ്ട് അങ്ങനെയുള്ള ഭാരത്തെ അയാളിൽ നിന്ന് അല്ലാഹു തആല ഇറക്കി വെച്ച് ലളിതമാക്കി കൊടുത്തു, യുസുറാക്കി കൊടുത്തു. അത് അള്ളാഹുവിൻ്റെ പ്രക്രിയയാണ്. അവന് ഉസുർ യുസുറാക്കാൻ, ഞെരുക്കം എളുപ്പമാക്കാൻ അള്ളാഹുവിന് എളുപ്പമാണ്. അതുകൊണ്ട് അങ്ങനെയുള്ള ഒരു അള്ളാഹുവിലുള്ള വിശ്വാസമാണ് നമുക്ക് പ്രതീക്ഷ, ആശ്വാസം. അതുകൊണ്ടൊരു സത്യവിശ്വാസി അവൻ്റെ റഗ്ബത്ത്, പ്രതീക്ഷ റബ്ബിലേക്ക് മാത്രമേ തിരിച്ചുവിടും. റബ്ബല്ലാത്ത ആർക്കും ഇത് സാധ്യമല്ല. റബ്ബല്ലാത്ത ഒരാൾക്കിത് കഴിയില്ല. കാരണം ഇവിടെയുള്ള എല്ലാവരും പ്രശ്നക്കാരാണ്. ഏറ്റവും കൂടുതൽ പ്രശ്നക്കാർ പ്രവാചകന്മാരാണ്. അത് കഴിഞ്ഞാൽ അള്ളാഹുവിൻ്റെ ഔലിയാക്കളാണ്. അവരാണ് പ്രശ്നക്കാർ. ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ അഭിമുഖീകരിച്ചിട്ടുള്ളത്, ഏറ്റവും കൂടുതൽ എതിർപ്പുകൾ അഭിമുഖീകരിച്ചിട്ടുള്ളത്, നേരിടേണ്ടി വന്നിട്ടുള്ളത്, ശത്രുക്കളുടെ മർദ്ദനങ്ങളും പീഡനങ്ങളും അനുഭവിക്കേണ്ടി വന്നിട്ടുള്ളത്. മഹാനായ പ്രവാചകൻ പറയുന്നുണ്ട്, ഒരു വ്യക്തിയുടെ ഈമാനിൻ്റെ കാഠിന്യത്തിനനുസരിച്ച്, ഈമാനിൻ്റെ ഏറ്റക്കുറച്ചിലുകൾക്കനുസരിച്ചാണ് അയാളുടെ പരീക്ഷണം. ഏതൊരാളുടെ വിശ്വാസം വർദ്ധിക്കുന്നുവോ അയാളുടെ പരീക്ഷണം വലുതായിരിക്കും. അള്ളാഹുവിൻ്റെ അടിമകളിൽ ഏറ്റവും വിശ്വാസമുള്ളത് പ്രവാചകന്മാർക്കാണ്. അതുകൊണ്ട് പ്രവാചകന്മാർക്കാണ് ഏറ്റവും കൂടുതൽ വലിയ പരീക്ഷണമെന്ന് മഹാനായ പ്രവാചകൻ പറയുകയാണ്. അപ്പോൾ ഒരു മനുഷ്യൻ, ഒരു സാധാരണക്കാരൻ പ്രയാസം അനുഭവിക്കുമ്പോൾ പ്രവാചകൻ്റെ അടുത്തേക്ക് ഓടിച്ചെന്നിട്ട് കാര്യമില്ല, ഔലിയാക്കളിലേക്ക് ഓടിച്ചെന്നിട്ട് കാര്യമില്ല, അജ്മീറിലേക്കും നാഹൂറിലേക്കും മുത്തുപ്പേട്ടയിലേക്കും 3 വെട്ടും ജാറത്തിലേക്കും പോയിട്ട് കാര്യമില്ല. ലോകത്ത് അതുപോലെയുള്ള 10,000-കണക്കിന് കേന്ദ്രങ്ങളുണ്ട്. ആ കേന്ദ്രങ്ങളിലേക്ക് എവിടെ ചെന്നിട്ടും യാതൊരു കാര്യവുമില്ല. ഫലം നിഷ്ഫലമാണ്, ശൂന്യമാണ്. മഹാനായ അബൂ തുഫാഹ് എന്ന ഹോജ പറയുന്നുണ്ട്, അല്ലാഹു അല്ലാത്തവരോട് തൻ്റെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി ആവശ്യപ്പെടുന്ന വ്യക്തിയുടെ ഉദാഹരണം, വെള്ളത്തിൽ മുങ്ങിച്ചാകുന്ന മനുഷ്യൻ വെള്ളത്തിൽ മുങ്ങിച്ചാകുന്ന മറ്റ് മനുഷ്യനോട് പ്രാർത്ഥിക്കുന്നത് പോലെ നിഷ്ഫലമാണ്. രണ്ടാൾക്കും നീന്തറിയില്ല, രണ്ടാളും കിണറ്റിൽ ചാടി പുഴയിൽപ്പെട്ടു. അഹമ്മദും മുഹമ്മദും അല്ലെങ്കിൽ വേറെന്തെങ്കിലും പേരാകട്ടെ. ആ സമയത്ത് അഹമ്മദ് മുഹമ്മദിനെ വിളിക്കുന്നു, മുഹമ്മദ് അഹമ്മദിനെ വിളിക്കുന്നു. എന്താ കാര്യം? രണ്ടാൾക്കും നീന്തറിയില്ല, രണ്ടാളും ആഴതലങ്ങളിലേക്ക് മുങ്ങിപ്പോയിക്കൊണ്ടിരിക്കുകയാണ്. അത്ര അർത്ഥശൂന്യമാണ് അള്ളാഹു അല്ലാത്തവരോട് പ്രതീക്ഷാപൂർവം കാര്യങ്ങൾ തേടുന്നവരെന്ന് അബൂ തുഫാഹ് എന്ന ഹോജ പറയുകയാണ്. ഹോജ പറഞ്ഞ അത് അംഗീകരിക്കാത്ത ആൾക്കാർ നമ്മുടെ നാട്ടിലുണ്ടാവില്ല. ഉലമാക്കൾ പറഞ്ഞാൽ അംഗീകരിച്ചില്ലെന്ന് വരാം, പക്ഷെ ഹോജാക്കൾ പറഞ്ഞാൽ അംഗീകരിക്കും. എന്നാ ഹോജ പറഞ്ഞേക്കണം. ഇത് ഞാൻ എവിടുന്ന് പഠിച്ചത്? പള്ളി ദർസിലെ വഅലിൻ്റെ കിതാബ് എന്ന് പഠിച്ചതാണ്. അവിടുത്തെ വഅലിൻ്റെ കിതാബിൽ അത് പറയുന്നു. അബൂ തുഫാഹ് എന്ന ഹോജ എന്താ പറയുന്നത്? അള്ളാഹു അല്ലാത്തവരോട് വിളിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു മനുഷ്യൻ അവൻ്റെ ആവശ്യങ്ങളും സങ്കടങ്ങളും പൂർത്തീകരിച്ച് തരാൻ വേണ്ടി ആവശ്യപ്പെടുന്ന മനുഷ്യൻ അയാളോട് നേർക്കാകട്ടെ, അയാളുടെ മക്കാമിലോ ദർഗയിലോ ജാറത്തിലോ എവിടെയാകട്ടെ അവിടെ പോയിട്ട് അവൻ്റെ സങ്കടങ്ങൾ പറയുന്ന മനുഷ്യൻ്റെ ഉദാഹരണം
വെള്ളത്തിൽ മുങ്ങി മരിക്കുന്ന മനുഷ്യൻ വെള്ളത്തിൽ മുങ്ങി മരിക്കുന്നവനോട് ആവശ്യപ്പെടുന്നത് പോലെ നിരർത്ഥകമാണ് എന്നാണ് പറയുന്നത്. ഒരു രക്ഷയിൽ ഒരു കാര്യമില്ല, വെറുതെ വൃഥാവിൽ. വമാ ദുആഉൽ കാഫിരീന ഇല്ലാ ഫീ ളലാൽ. സത്യനിഷേധികളുടെ പ്രാർത്ഥന, അള്ളാഹുവിൻ്റെ ഏകത്വത്തിൽ പങ്കുചേർത്ത ആളുകളുടെ പ്രാർത്ഥന, അള്ളാഹു അല്ലാത്തവരോട് ദുആ ചെയ്യുന്നവരുടെ ദുആ, അത് ളലാലാണ്. അത് ഒന്നുമല്ലാതെ ഫലമില്ലാതെ പോകുന്നതാണ്. ഒരു കാര്യം ഉണ്ടാവില്ല. ഈ ശബ്ദം പോയി എന്നല്ലാതെ, ശബ്ദം കൊണ്ട് അന്തരീക്ഷം മലിനമായി എന്നല്ലാതെ, ആ ശബ്ദം അദ്ദേഹത്തിന് അപകടകരമായ കാര്യമായി എന്നല്ലാതെ മറ്റൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. യദ്ഉ ലമൻ ദർറുഹു അഖറബു ബിന്നഫ്ഇഹി. ഏതൊരു വ്യക്തിയോടും ഒരു ശക്തിയോടും ഒരാൾ ഒരു ഉപകാരത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നുവോ അവൻ്റെ ഉപകാരത്തെക്കാൾ അയാൾക്ക് ഉപദ്രവമാണ് ഉണ്ടാവുക. ആ പ്രാർത്ഥിച്ചത് അയാൾക്ക് കുറ്റമാകുകയാണ്, ശിക്ഷയാകുകയാണ്, യാതൊരു ഗുണവുമില്ല. അതേസമയത്ത് ഒരു വിശ്വാസിക്ക്, അള്ളാഹുവിൻ്റെ ഏകത്വത്തിൽ വിശ്വസിക്ക്, അതാണ് സത്യവിശ്വാസി എന്ന് പറയും. ഈ സത്യവിശ്വാസിക്ക് ആശ്വാസമാണ്. അവൻ്റെ റബ്ബിനോട് ഏൽപ്പിച്ചാൽ മതി, അവനോടാണ് പറയാം, കാര്യങ്ങളൊക്കെ അവനിൽ ഭരമേൽപ്പിക്കുക. നമ്മൾ ചെയ്യേണ്ടത് അങ്ങനെ ചെയ്യുക, ബാക്കി കാര്യങ്ങളെല്ലാം അവൻ ഏറ്റെടുത്ത് നടത്തിക്കൊള്ളും. അവനാണത് നടത്തുന്നത്. നമുക്ക് തോന്നുകയാണ് നമ്മളാണ് നടത്തുന്നത് എന്ന്. നമ്മളല്ല നടത്തുന്നത്. ഒരാപ്തവാക്യമുണ്ട് അറബി ഭാഷയിൽ, ഇദാ തഖദ്ദമൽ ഖലാഉ അമിയൽ ബസറു. അള്ളാഹുവിൻ്റെ ഖലാ വന്നാൽ കണ്ണിൻ്റെ കാഴ്ച നഷ്ടപ്പെടും. നോക്കിയിട്ടുണ്ടോ? ഇപ്പം ഞാൻ പത്രത്തിൽ മൊബൈലിൽ വായിച്ചു, ഒരു ബൈക്ക് അപകടത്തിൽ 2 കുട്ടികൾ മരിച്ചു. 2 കുട്ടികൾക്ക് 4 കണ്ണുണ്ട്. അവിടെ നിന്ന് വരുന്ന ബൈക്കുകാരന് 2 കണ്ണുണ്ട്, ഇവിടെ നിന്ന് വരുന്ന ബൈക്കുകാരന് 2 കണ്ണുണ്ട്. തീവണ്ടിയും ബസ്സൊന്നല്ല, 2 ബൈക്കുകളാണ്. ഏറ്റവും ചുരുങ്ങിയതൊരു 12 ബൈക്കിനോ 8 ബൈക്കിനോ ഒന്നിച്ച് പോകാൻ സാധ്യതയുള്ള റൂട്ടിലൂടെ ആ 2 ബൈക്കും ഒരേ വഴിക്ക് ഒരേ പോയിന്റിലൂടെ, നൂൽ പോയിന്റിലൂടെ വരികയാണ്. ആ 2 ബൈക്കും പരസ്പരം കൂട്ടിമുട്ടുകയാണ്. ഇപ്പുറത്ത് നിൽക്കുന്ന നമ്മൾ പറയാണ്, ആ കുട്ടികളുടെ മുഖത്ത് കണ്ണുണ്ടായിരുന്നില്ലേ? കണ്ണുണ്ടായിരുന്നു, പക്ഷേ ഇദാ തഖദ്ദമൽ ഖലാഉ അമിയൽ ബസറു. അള്ളാഹുവിൻ്റെ ഖലാ വന്നാൽ, അവൻ്റെ ഖദർ വന്നാൽ കണ്ണിൻ്റെ കാഴ്ച നഷ്ടപ്പെടുന്നതാണ്. അള്ളാഹ് എന്താ തീരുമാനിക്കുന്നത്? അതവിടെ നടക്കുക, അതാ നടക്കുന്നുള്ളൂ. നമുക്ക് തോന്നാണ് നമ്മളൊക്കെയാണ് നടത്തുന്നത്. നമ്മളതിനൊരു ഹേതു മാത്രമാണ്, നമ്മളതിനൊരു സബബ് മാത്രമാണ്. ബാക്കി കാര്യങ്ങളെല്ലാം അല്ലാഹു തആലയാണ് നടത്തി വരുന്നത്. തഖ്ദീർ വന്നാൽ തൽക്ഷണം നടക്കുന്നതാ, തദ്ബീർ മുഴുവൻ താറുമാറാകുന്നതാ. തഴവ മുഹമ്മദ് കുട്ടി മുസ്ലിയാർ പറഞ്ഞു, തഖ്ദീർ വന്നാൽ, റബ്ബിൻ്റെ തീരുമാനം വന്നാൽ അതങ്ങ് നടക്കും. നമ്മുടെ തദ്ബീറുകളെല്ലാം താറുമാറാവും, അതൊന്നും സംഭവിക്കില്ല. എല്ലാം അവൻ്റെ നിയന്ത്രണത്തിലാണ്, അവനിലാണ്. അങ്ങനെയുള്ള ഒരു ശക്തിയിൽ വിശ്വാസമുള്ള ഒരാൾക്ക് വളരെ ആശ്വാസമാണ്. അത് ഈമാനുള്ളവനെ അതിൻ്റെ മധുരം അറിയും, അല്ലാത്തവർക്ക് അതിൻ്റെ മധുരം അറിയില്ല. നമുക്കിത് പറഞ്ഞു കൊടുക്കാൻ കഴിയുന്നത് എന്തുകൊണ്ടാണ്? നമുക്കതിൻ്റെ മാധുര്യം അറിയാവുന്നത് കൊണ്ടാണ്. മറ്റൊക്കെ സങ്കീർണതയിലല്ലേ. ഞാൻ എൻ്റെ വിഷയത്തിലേക്ക് വരും കേട്ടോ, നിങ്ങൾ പേടിക്കണ്ട. പിന്നെ വിശ്വാസം നൽകുന്ന നിർഭയത്തെന്ന് പറഞ്ഞിട്ട് മൗലവി സിഹറിനെ പറ്റിയും കണ്ണേറിനെ പറ്റിയൊന്നും ഒന്നും പറഞ്ഞില്ല എന്ന് ആളുകൾ പറയും. ഞാൻ സമയമുണ്ടെങ്കിൽ ഞാൻ പറയാം. ഞാനിപ്പോൾ പറയുന്നതിൻ്റെ അടിസ്ഥാന കാര്യങ്ങളാണ്. നമുക്ക് എന്ത് പ്രയാസങ്ങളുണ്ടെങ്കിലും ആ റബ്ബിനോട് പറയാം, കാര്യങ്ങളൊക്കെ അവൻ നടത്തിത്തരും. എല്ലാ കാര്യങ്ങളും അവൻ ഏറ്റെടുത്ത് കൊള്ളും. അവൻ അതിനായിട്ട് നിൽക്കുകയാണ്. നമ്മൾ ഒന്നോട് പറഞ്ഞു കൊടുത്താൽ മതി. പടച്ചവനോട് ഏറ്റെടുക്കണം. റബ്ബെ എന്നെക്കൊണ്ടാവില്ല കേട്ടോ. നമ്മളോട് പ്രാർത്ഥനയല്ലേ, ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ വുസ്അഹാ ലഹാ മാ കസബത് വഅലൈഹാ മക്തസബത് റബ്ബനാ ലാ തുആഖിദ്നാ ഇൻ നസീനാ വഖ്തനാ റബ്ബനാ വലാ തഹമിൽ അലൈനാ ഇസ്റൻ കമാ ഹമൽതഹു അലല്ലദീന മിൻ ഖബ്ലിനാ റബ്ബനാ വലാ തുഹമ്മിൽനാ മാ ലാ ത്വാഖത ലനാ ബിഹി
എന്താ അർത്ഥം? റബ്ബന, ഞങ്ങളുടെ രക്ഷിതാവേ, ലാ തുഹമ്മിൽന, ഞങ്ങളിലേക്ക് നീ ചെലുത്തരുതേ, ഞങ്ങളെ നീ നിർബന്ധിക്കരുതേ, ഞങ്ങളെക്കൊണ്ട് നീ വഹിപ്പിക്കരുതേ, ഞങ്ങളെക്കൊണ്ട് നീ ഏറ്റെടുപ്പിക്കരുതേ. മാ ലാ ത്വാഖത ലനാ ബിഹി, ഞങ്ങൾക്ക് ഏറ്റെടുക്കാൻ കഴിയാത്ത കാര്യം റബ്ബേ ഞങ്ങളെ നീ ഏൽപ്പിക്കരുത്. പിന്നെ അത് നീ ഏറ്റെടുക്കണം, എന്നിട്ടത് നിവർത്തിച്ചു തരണം, ഭംഗിയാക്കി തരണം. അങ്ങനെ ഭംഗിയാക്കി കിട്ടിയവരാണ് നമ്മളിൽ പലരും. നമ്മുടെ വീട്, നമ്മുടെ മക്കൾ, നമ്മുടെ സാമ്പത്തികവും സാമൂഹ്യവുമായിട്ടുള്ള നമ്മുടെ ഉയർച്ച, വളർച്ച എല്ലാം അള്ളാഹുവിങ്കിൽ നിന്നുള്ളതാണ്. നമ്മുടെ ഹൃദയത്തിൻ്റെ മിടിപ്പ്, നമ്മുടെ ശ്വാസോച്ഛ്വാസം, നമ്മുടെ ആന്തരിക അവയവങ്ങളുടെ ഏറ്റവും അത്ഭുതകരമായ പ്രവർത്തനങ്ങൾ, ശരീരത്തിൻ്റെ പ്രവർത്തനങ്ങളിൽ നമ്മുടെ ചിന്തകൾ എല്ലാം, ആ ഭാഗം ഞാൻ നീട്ടിപ്പരത്തി പറയല്ല, നമ്മളുമായി ബന്ധപ്പെട്ടതെല്ലാം സമ്പൂർണ്ണമായി അതിൻ്റെ നിയന്ത്രണം റബ്ബിൻ്റെ കയ്യിലാണ്, അള്ളാഹുവിൻ്റെ കയ്യിലാണ്. ബഹുദൈവ വിശ്വാസികൾക്ക് പോലും ആ വിശ്വാസം ഉണ്ടായിരുന്നു.